പഹൽഗാം സംഭവം ഉണ്ടായതിനു ശേഷം ആ നിമിഷം മുതൽ ഇതുവരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും അവിടെ നടന്നത് പ്രതിപക്ഷമായിട്ടുള്ള യോഗമല്ല. ഇവിടെ വേണുഗോപാൽ പറയാം പ്രതിപക്ഷത്തിന്റെ യോഗം. എന്ത് പ്രതിപക്ഷത്തിന്റെ യോഗം? മര്യാദ ഇല്ലാതെ വർത്തമാനം പറയുന്നത് ശരിയാണോ? ഇന്ത്യയിലെ എല്ലാ പാർട്ടികളുടെയും യോഗം, അത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ അല്ല, ഭരണപക്ഷത്തിന്റെ കൂടെ യോഗം. മനസ്സിലായില്ലേ? ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അതാണ് ഞാൻ ആ യോഗമാണ് അവിടെ നടക്കുന്നത്. സംസാരിച്ചിട്ട് ഞാൻ പറയാം. ചുമ്മാ ചർച്ച അങ്ങ് സംസാരിച്ചിട്ട് ഞാൻ പറയാം. മറുപടി ഞാൻ പറയാം. ഞാൻ പറയാത്ത കാര്യം പറയുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ പ്രതിപക്ഷം രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഈ ചർച്ചയെ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. മര്യാദയോട് പറഞ്ഞാൽ അതിനെ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് ഞാൻ പറയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറയട്ടെ ഇന്ത്യയിലെ പ്രതിപക്ഷമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഇന്ത്യയിലെ സൈന്യത്തെ ഇകഴ്ത്തിയിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റിനെ ഇകഴ്ത്തിയിട്ടില്ല. പാകിസ്ഥാനെതിരായി എടുക്കുന്ന ഒരു തീരുമാനങ്ങളിലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ വിമർശിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ ആരും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിലെ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന സോഫിയ ഖുറൈഷിയുടെ ജാതി പറഞ്ഞ് ഒരു മന്ത്രി ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ വിമർശിക്കും. അതെങ്ങനെയാ രാജ്യദ്രോഹമാകുന്നത്? അതെങ്ങനെയാ ദേശവിരുദ്ധമാകുന്നത്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെടേണ്ടി വന്നിരിക്കുന്ന ഒരു മന്ത്രി അത് തിരുത്തണം, മാപ്പ് പറയണമെന്ന് പറയാൻ അവിടെ നാവ് ഉരിയാടാതെ ഇരിക്കുന്ന ആളുകളെ ഞങ്ങൾ വിമർശിക്കും. അതെങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത്? ഇന്നൊരു മുഖ്യമന്ത്രി പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാൽച്ചോട്ടിൽ പോയി സൈന്യം കിടന്നോണം എന്നൊരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും. അതെങ്ങനെയാണ് ദേശവിരുദ്ധമാണെന്ന് ആരും പറഞ്ഞില്ല. അതൊക്കെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും കോൺഗ്രസിനെ ആരും വിമർശിച്ചിട്ടില്ല. വിമർശിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി താങ്കൾ പറയുന്നില്ല. എന്നിട്ട് വിമർശിക്കാത്ത കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും കോൺഗ്രസിനെ ആരും വിമർശിച്ചില്ല. ഈ ചർച്ചയിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ മൂന്നുപേരും അങ്ങനെ പറഞ്ഞു പോലെ നിങ്ങൾ മൂന്നുപേരും ഈ ചർച്ചയിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിപക്ഷത്തെ അവമാനിക്കാനും ശ്രമിച്ചപ്പോൾ ഒരു വാക്ക് സൈനികരെ ആക്ഷേപിച്ചവർക്കെതിരെ നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾ മൂന്നുപേരിൽ ആരെങ്കിലും മിണ്ടിയോ? ചുമ്മാ ചർച്ച നടത്തി പോകരുത് കേട്ടോ. പൊട്ടന്മാർ വല്ലവരും കാണും വേറെ വന്നിരുന്നു തരാൻ. എന്നെ കിട്ടത്തില്ല. കോൺഗ്രസ് ഈ വിഷയം എടുത്തിട്ടപ്പോൾ ആരാണ് കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ വിമർശിച്ചത്? താങ്കൾ അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി പറയുന്നില്ല. ഈ തരൂരിനെ ഈ ഡെലിഗേഷന്റെ ഹെഡായിട്ട് നിയമിച്ചതിന് താങ്കൾ അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ, അനുമോദിക്കുന്നുണ്ടോ? ഞങ്ങൾ അഭിനന്ദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് താങ്കൾ കേൾക്കാതെ പോയതാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിപ്പിച്ച നേതാവാണ് ശശി തരൂർ. BJP CPM അല്ല ജയിപ്പിച്ചത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ നേതാവാണ് ശശി തരൂർ. അതിനെന്താ തർക്കം? ഞങ്ങൾ വിദേശകാര്യ സഹമന്ത്രിയാക്കിയ ആളാണെന്ന്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനല്ലാന്നപ്പോ അയാൾക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കന്നി അംഗത്തിൽ ജയിച്ചു വന്നപ്പോൾ തന്നെ വേറെ ആരെയും മന്ത്രിയാക്കണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയുടെ തീരുമാനം തിരുത്തി വിദേശകാര്യ മന്ത്രിയാക്കിയത് ഞങ്ങളാന്നേ. അഴകൊള്ളവനെ കാണുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന പണി കാണിക്കരുത്. അഴകൊള്ളവനെ കാണുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന പണി കാണിക്കരുത്. ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗമാണ്. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന്റെ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന രാജ്യത്തെ നേതാവാണ്. ഐക്യരാഷ്ട്രസഭയിൽ മത്സരിച്ച് തരൂർ വേറെ പാർട്ടിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെയാണ്. അതിനൊന്നും സംശയമില്ല, ആർക്കും തർക്കമില്ല. പിന്നെ നിങ്ങൾ എന്താ അഴകുള്ളവനെ കാണുമ്പോൾ ഞാൻ അത് തന്നെയാ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിന്റെ അഴക് കാണുമ്പോൾ അപ്പാന്ന് വിളിക്കാൻ ഒരുത്തനും പോരട്ടാന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം, മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി, ഞങ്ങൾ പലവട്ടം ജയിപ്പിച്ച പാർലമെന്റ് അംഗം, അദ്ദേഹത്തിന്റെ കഴിവിനെ മെറിറ്റിനെ ഞങ്ങൾ മാനിക്കുന്നുണ്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്, ഞങ്ങൾ മന്ത്രിയാക്കിയത്. ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാവാക്കി വെച്ചിരിക്കുന്നത് കൊള്ളാവുന്നവനായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? കൊള്ളാവുന്നവനായതുകൊണ്ടാണ്. ഞങ്ങൾ രാജ്യത്തിനെതിരല്ല, രാജ്യമെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരല്ല. പക്ഷേ പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഈ ചർച്ചയിൽ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താ? പാർട്ടിയുടെ ആളാണ് എന്ന നിലയിലല്ലേ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്? നിങ്ങൾ കോൺഗ്രസ് രാജ്യവിരുദ്ധരാണെന്ന് സ്ഥാപിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? അങ്ങനെയാണോ? ഈ രാജ്യം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ
ഈ രാജ്യം സൃഷ്ടിക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യത്തിന് അതിർവരമ്പുകൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, 19 വർഷം ഈ രാജ്യം ഭരിക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യം സൃഷ്ടിച്ച കോൺഗ്രസിന്റെ വേദനയൊന്നും ഞങ്ങളെയൊന്നും പഠിപ്പിക്കാൻ വേണ്ട. ഒരുത്തനും ഇന്ത്യയുടെ ദേശീയബോധം പഠിപ്പിക്കാൻ, ഈ രാജ്യം സൃഷ്ടിച്ച പാർട്ടിയെ ദേശീയബോധം പഠിപ്പിക്കാൻ ഒരുത്തനും പോകണ്ട. എന്റെ പൊന്ന അനിൽ ബോസ്, പാകിസ്ഥാനിലെ നേതാക്കന്മാരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ എന്ന ഹാൻഡിലിൽ വന്ന സന്ദേശങ്ങൾ അത് അതേപടി പാകിസ്ഥാനിലെ നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ വരെ എടുത്ത് ട്വീറ്റ് ചെയ്തത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇവിടെ സർക്കാരിന്റെ ഈ നിരോധനം കാണാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റില്ല, കാരണം സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഹാൻഡിലുകൾ. അതുകൊണ്ട് ദേശസ്നേഹികളുടെയാണ് വാർത്ത അനുസരിച്ചല്ലേ ഒരു രാജ്യം സംസാരിക്കട്ടെ. നിങ്ങൾ വർത്തമാനം പറയരുത്. ഉദാഹരണം പറഞ്ഞു, ദേശസ്നേഹികളുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്റെ സമയത്ത് ഞാൻ വിട്ടു. കോൺഗ്രസ് പാർട്ടിയെ ദേശീയ എല്ലാ കോൺഗ്രസ് നേതാക്കളും പ്രവൃത്തിയിലും കാണിക്കണം. ശരി ശ്രീത്ത്, അത് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസിനെ അത് പറയാൻ പറ്റൂ. രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ അത് മനസ്സിലാവില്ല. രാജ്യത്തെ ഒറ്റുകൊടുത്ത സംഘപരിവാറുകാരന് രാജ്യബോധം എന്തെന്ന് മനസ്സിലാവില്ല. ചോദ്യം എന്നോടാണ്. നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആരോടാണ് ചോദ്യം എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഇനി മറുപടി പറയട്ടെ. നോക്കൂ, അദ്ദേഹം ഈ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചതിനെ കുറിച്ച് നമ്മുടെ ചർച്ചയിലെ സഹപാനലിസ്റ്റ് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിനെ വിളിച്ചു എന്ന് മാത്രം കരുതണ്ട, എല്ലാവരും ഉണ്ടായിരുന്നു, ഭരണപക്ഷത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ എനിക്ക് വലിയ അതിശയം തോന്നിയത് അതേ അനിൽ ബോസ് തന്നെ അടുത്ത ശ്വാസത്തിൽ പറയുന്നത് ഈ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കോൺഗ്രസിന് ഇതൊക്കെ അറിയാമെന്ന. ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ഒറ്റയ്ക്ക? കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള സംഭാവനയാണോ ഭരണഘടന? വേറെ ആരും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ എന്തൊക്കെ വിട്ടിത്തുമായി പറയുന്നത്? അപ്പൊ ഓൾ പാർട്ടി മീറ്റിംഗ് വരുന്ന സമയത്ത് എല്ലാവരും ചേട്ടാ, അന്ന് BJP ഇല്ല. RSS ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല. അന്ന് ഹിന്ദു മഹാസഭ ഉണ്ടല്ലോ. ഇവർക്ക് ആർക്കും ഒരു കാര്യമില്ലെന്ന്. അന്ന് ഹിന്ദു മഹാസഭ ഉണ്ടെന്നേ. ആര് പറഞ്ഞ കാര്യമില്ലെന്ന്? ഹിന്ദു മഹാസഭയിലുള്ള ആൾക്കാർ ആര് പറഞ്ഞ കാര്യമില്ലെന്ന്? ഹിന്ദു മഹാസഭയിലുള്ള എത്രയോ ആൾക്കാരുടെ എത്രയോ പ്രസ്താവനകളും കാര്യങ്ങളും ചർച്ചകളിൽ ചേർന്നതിന് ശേഷം അതാണ് ശരി എന്ന് കണ്ടുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കറും ഭരണഘടനയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് അറിയില്ലേ? ഇതിനാണ് ക്യാൻസൽ കൾച്ചർ എന്ന് പറയുക. അതായത് ഞങ്ങളാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം, ഞങ്ങളാണ് ഭരണഘടന. എന്താ താങ്കൾ ഇങ്ങനെ ഈ ചോദ്യം കേൾക്കുന്ന സമയത്ത് അസ്വസ്ഥത കാണിക്കുന്നതിനാണ്? ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്റെ പൊന്നെ, ഞാനൊന്ന് പറഞ്ഞു. താങ്കൾ താങ്കൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. താങ്കൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. സംസാരിച്ച് സമയം കളയാൻ വേണ്ടി താങ്കൾ നോക്കുന്നു. ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ ഇതിനെ എന്റെ സമയത്ത് സംസാരിക്കുന്നത് ഇത് താങ്കളുടെ മഞ്ജുഷും താങ്കളും തമ്മിലുള്ള അഭിമുഖം കാണാൻ എനിക്കല്ല. ഞങ്ങൾ മഞ്ജുഷും അത് താങ്കളുടെ അവസരത്തിൽ പറയൂ. അത് മറ്റുള്ളവരോട് താങ്കൾ പറഞ്ഞല്ലോ. മഞ്ജുഷും അനിൽബോസും തമ്മിലുള്ള അഭിമുഖമൊന്നുമല്ലത്. ഇതൊരു ചർച്ചയാണ്. ആ ചർച്ചയിൽ മറ്റുള്ള ആൾക്കാർ സംസാരിക്കും. ആ സമയത്ത് താങ്കൾ മിണ്ടാതിരിക്കാം. ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടെന്നേ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. താങ്കളുടെ ആത്മാഭിമാനത്തെ കളയുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞ ചരിത്രപരമായ വ്യക്തിത്വം ഞാൻ തുറന്നു കാട്ടി. ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയല്ല, ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ ആൾക്കാരുണ്ട്. അല്ലാതെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നുണ. എന്റെ പൊണ്ണി മനുഷ്യന്റെ ഹിസ്റ്റീരിക് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ വോയിസ് ലോവർ ചെയ്യൂ. മറ്റുള്ളവർക്ക് സംസാരിക്കണ്ടേ? ഞാനിവിടെ ഷൗട്ടിംഗ് ഗെയിമിന് വേണ്ടി വന്നതല്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഷൗട്ടിംഗ് ഗെയിമിനല്ല. നിങ്ങൾക്ക് പ്രഭാഷണ പരമ്പരയല്ല, ഇതൊരു ചർച്ചയാണ്. ഇതൊരു ചർച്ചയാണ് ചേട്ടാ. അനിൽ ബോസ് ചേട്ടാ, ഇതൊരു ചർച്ചയാണ്. മറ്റുള്ള ആൾക്കാർ അഭിപ്രായം പറയും. മിണ്ടാതിരുന്ന് കേൾക്കുക. അതിന്റെ അഭിപ്രായം പറയില്ല. എന്റെ പൊന്ന അനിൽ ബോസെ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അനിൽ ബോസെ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ.
നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലല്ലേ മറ്റുള്ളവർക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്ന മണ്ടത്തരവും പൊട്ടത്തരവും ചരിത്രപരമായിട്ടുള്ള അപകടവും ഞാൻ ഓരോന്നായിട്ട് എണ്ണി പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ചർച്ച ഉണ്ടാകണേ. ഒന്ന്, നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ നുണ ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പെരും നുണ. ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവനയാണ്. അതിൽ കോൺഗ്രസുകാർ മാത്രമല്ല നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ എന്താണ്, ഇവിടെ ഈ 26 പേർ മരിച്ചതിനെ ഞാൻ ചെറുതായിട്ട് കണ്ടുവന്ന്. എന്മാതിരി മര്യാദകരാണ് ശ്രീ അനിൽ ബോസ്. ഞാൻ ഈ ചർച്ചയിലോ ഇന്നേ വരെയുള്ള എന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിലോ ഈ 26 പേർ മരിച്ചത് ചെറുതായിട്ട് കണ്ടോ? അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും, നിങ്ങളുടെ സംസ്കാരമോ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ സംസാരമായിരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ട്വിറ്ററിലെ ട്വീറ്റുകളെല്ലാം തന്നെ പാകിസ്ഥാൻ അവിടെ ആഘോഷിക്കുന്നത്. പാകിസ്ഥാൻ അവിടെ നിങ്ങളുടെ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മാത്രം ഇതാണോ? നിങ്ങളുടെ KPCC മീറ്റിംഗോ? ഇതൊന്നും നിങ്ങളുടെ KPCC മീറ്റിംഗോ? ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കട്ടെ. 26 പേർ മരിച്ചത് ചെറുതായിട്ട് കാണരുത് എന്ന് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാഹേ? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായവും പാകിസ്ഥാനിൽ ഒരിക്കലും ഉപയോഗിച്ചില്ല. നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് ആണ് പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രം നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ രാജ്യത്തിനെ അപമാനിച്ചു. ആ മര്യാദകേടിന്റെ 7 അയലത്ത് ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല. ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല. ഷിംല പാക്റ്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഷിംല പാക്ട് വന്നിരിക്കുന്ന 1971 ആയതുകൊണ്ട് 65 വേറെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. 65 ഈ അലക്സി കെസിഗിൻ 2 രാജ്യങ്ങളോടും പറയുകയാണ് ഞാൻ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രി സമ്മതിച്ചെന്നേ. ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയും അവിടെ അയൂബ് ഖാനും സമ്മതിച്ചതിന് ശേഷമാണ് ഈ ചർച്ച നടത്തിയത്. 71 ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയത് കോൺഗ്രസ്സുകാർ അറിഞ്ഞില്ലേ? കോൺഗ്രസ്സുകാർ ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ പാകിസ്ഥാൻ പറഞ്ഞ എന്താ, ഷിംല എഗ്രിമെന്റ് ഞങ്ങൾ വയലേറ്റ് ചെയ്യുന്നു. ഷിംല എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തതുകൊണ്ടാണ് ചേട്ടാ ഇപ്പൊ നമ്മൾ അവിടെ പോയി അറ്റാക്ക് ചെയ്തത്. കാരണം ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് ഈ 2 രാജ്യങ്ങളും പോവില്ല എന്നും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ബ്രീച്ച് ചെയ്യാൻ പോവില്ല എന്നും അവരുടെ സ്ഥലത്തേക്ക് കടന്നു കയറില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഷിംല കരാറിലെ. ഈ ഷിംല കരാർ വയലേറ്റ് ചെയ്ത് പാകിസ്ഥാൻ പോയതുകൊണ്ടാണ് ഇന്ത്യ അങ്ങോട്ട് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കടന്നു കയറിയത്. ഷിംല കരാറിലാണ് മധ്യസ്ഥതയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറിയ പിന്നെ ഇന്ത്യയോടൊപ്പം ചേർന്നിട്ടാണോ ഈ കരാർ എഴുതുന്നത്? അങ്ങനെ ഏത് കരാറാണ് ഉള്ളത്? അങ്ങനെ ഒരു കരാറുമില്ല. ഷിംല കരാറിൽ നിന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടി മാറിക്കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഇന്ത്യക്ക് പിന്നെ ആ കരാർ അംഗീകരിക്കേണ്ടത് കാര്യമില്ലാത്തത് കൊണ്ടാണ് ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ ഗുജറാത്ത് പ്രധാനമന്ത്രി ആയിരിക്കും നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന പോലുള്ള രാഷ്ട്രീയമാണ്. സോഫിയ ഖുറേഷിയെ അപലപിച്ചിരിക്കുന്ന മധ്യപ്രദേശിലെ BJP MP അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മര്യാദകേടാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാമോ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് ദേശവിരുദ്ധമായിട്ടുള്ള ട്വീറ്റുകൾ വന്നിരിക്കുന്നത് തെറ്റാണെന്ന് അനിൽ ബോസിന് പറയാൻ കഴിയുമോ? പ്രധാനമന്ത്രിയുടെ തല അവിടെ ഇല്ലാത്ത ചിത്രം വെച്ചിരിക്കുന്നത് മോശമാണെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രസ്താവനയല്ല, നിങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവനയാണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇടവരുത്തരുതായിരുന്നു അനിൽ ബോസിന് പറയാൻ പറ്റുമോ? വഡേറ്റിവാർ എന്ന് പറയുന്ന നിങ്ങളുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP അവിടെ ഭീകരവാദികൾ ആരുടെ മതം ചോദിച്ചിട്ടൊന്നും വെടിവെച്ചിട്ടൊന്നുമില്ല. മതം ചോദിക്കാനല്ലേ അവർക്ക് നേരെ വന്ന്. ആരെയാണ് അപമാനിച്ചത്? അവിടെ വന്ന് ഈ ട്രോമ അനുഭവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെ ബന്ധുക്കളായിട്ടുള്ള സർവൈവേഴ്സിനെ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കാതെ കോൺഗ്രസിന്റെ MLA വഡേറ്റിവാർ മഹാരാഷ്ട്രയിൽ അയാൾ അപമാനിച്ചു. നിങ്ങൾ അപലപിച്ചോ? അനിൽ ബോസ് അപലപിച്ചോ? നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തണ്ടലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപലപിക്കേ. RBP തിമ്മപ്പൂർ നിങ്ങളുടെ കർണാടകയിലുള്ള എക്സൈസ് മന്ത്രി അങ്ങനെ പറഞ്ഞ എന്താ, മതം ചോദിച്ചുകൊണ്ട് ഒരു കൊലപാതകവും നടന്നിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ മകൾ ഉൾപ്പെടെ സർവൈവേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് പുല്ല് വില കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരാ. നിങ്ങൾ അപലപിച്ചോ? നിങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ കർണാടകയിലുള്ള മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന നിങ്ങൾ അപലപിച്ചോ? ചുമ്മാ ഒരു സൈഡിലോട്ട് മാത്രം പ്രധാനമന്ത്രി പറയുന്നതിന് വരെ പ്യൂണിനെ കയറ്റിവിടരുതെന്ന് പറഞ്ഞ നിങ്ങളാ. പ്യൂണാണോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ്? ഹൈക്കമാൻഡ് കൾച്ചറുള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരെല്ലാവരും പ്യൂണാണെന്ന് തോന്നും. അത് സ്വാഭാവികമാണ്. പക്ഷെ അതിന് മറ്റുള്ള ആൾക്കാരെ കിട്ടത്തില്ല.